ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. നമ്മുടെ വീടിന്റെ ഉള്ളിലെ ചുമരിലായാലും പുറത്തെ ചുമരിലായാലും വീടിന്റെ അകത്ത് ബാത്റൂമുകളിലും ഒക്കെ ഒരുപാട് നാളായിട്ട് ഉപയോഗിക്കാണ്ടിരിക്കണ ആണെങ്കിലൊക്കെ ചെളി ഉണ്ടാവുമല്ലോ. ഇപ്പോൾ കറയ പോലെയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന വെള്ളത്തിന്റെ കറകളും ചെളികളൊക്കെ കളയാൻ പറ്റിയൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക. അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. നമ്മുടെ സൊല്യൂഷനിലേക്ക് ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് സെബീന പൊടിയാണ്. പാത്രം കഴുകാനൊക്കെ യൂസ് ചെയ്യുന്ന സെബീന പൊടിയാണ് കേട്ടോ. ഇതൊരു 3 ടേബിൾ സ്പൂൺ ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിലേക്കായിട്ട് ഒരു വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങ ഇതിലേക്കൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. കുറച്ച് പേസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ടൂത്ത് പേസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് കളറിന്റെ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. അല്പം ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല രീതിയിൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. കറയും ചെളിയൊക്കെ കളയാൻ വിനാഗിരി ബെസ്റ്റ് ആണ് കേട്ടോ. നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു ദിവസം വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. നമ്മുടെ വോളിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലിക്വിഡ് ഒന്ന് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതുപോലെയുള്ള ഒരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ബ്രഷാണ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെന്റെ അടുക്കള വശത്തുനിന്ന് പുറത്തിറങ്ങുന്ന വോളാണ് കേട്ടോ. ഒരു വശമാണ്. അപ്പോൾ ഈ ചുമരിൽ എങ്ങനെയായാലും ഇത് കൂടെ കയറി പോകുമ്പോഴൊക്കെ തൊട്ടിട്ടാണെന്ന് അറിയില്ല, ഫുള്ള് ചെളിയാണ് കേട്ടോ. എപ്പോഴും ക്ലീൻ ചെയ്താലും വീണ്ടും വീണ്ടും ചെളിയായി വരും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ക്ലീൻ ചെയ്യുന്ന ചുമര് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ചുമരൊന്ന് വെള്ളം ഒഴിച്ച് നനച്ച് കൊടുത്തിട്ട് വേണം നമ്മുടെ ലിക്വിഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 2 മിനിറ്റ് വെച്ചതിന് ശേഷം ബ്രഷ് വെച്ചിട്ടൊന്ന് ഉരച്ച് കളയാം. ചുമര് നല്ല രീതിയിൽ തന്നെ ഒന്ന് നനച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ടിലെ സ്ക്രബ്ബർ ഒന്ന് മുക്കിയെടുത്തിട്ട് ചുമരിൽ എല്ലായിടത്തും എത്തുന്നത് വരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. നമ്മൾ ചുമരിൽ ഫസ്റ്റ് വെള്ളം നനച്ചു കൊടുക്കുന്നതും കുറച്ച് സമയം നമ്മൾ ലിക്വിഡ് തേച്ച് വെക്കുന്നതും ചെളിയൊക്കെ ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഉരച്ചു കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ചുമരിൽ ചെളിയുള്ള ഭാഗത്തെല്ലാം സ്ക്രബ്ബർ വെച്ചിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ചുമരിൽ ലിക്വിഡ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ബ്രഷ് ഒന്ന് വെച്ചിട്ടൊന്ന് ഉരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചുമരെല്ലാം ക്ലീൻ ആയി കിട്ടും കേട്ടോ. ഇപ്പോഴൊന്ന് ഡ്രൈ ആവുമ്പോൾ നല്ല രീതിയിൽ തന്നെ കളർ വരും കേട്ടോ. ഈ വോളിലെ ആദ്യത്തെ കണ്ടീഷൻ നിങ്ങൾ കാണിച്ചല്ലോ, നല്ല ചെളിയായിട്ടുള്ള രീതിയിൽ. ഇപ്പൊ അത് ക്ലീൻ ചെയ്തപ്പോൾ നല്ല രീതിയിൽ തന്നെ കണ്ടീഷൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ വർഷം ഞാൻ ക്ലീൻ ചെയ്യാത്തതും അത് ഞാൻ ക്ലീൻ ചെയ്തതുമാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വ്യത്യാസം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ വോള് ക്ലീൻ ചെയ്തതുപോലെ തന്നെ കറ പിടിച്ചോണ്ടിരിക്കണ ടൈലൊക്കെ നമുക്ക് ഇതുകൊണ്ട് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് റഹീസ് ലൈഫ്.